അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബ കിറാമിനൊക്കെ ഇങ്ങനെ നടന്നു പോകുക. മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇമാം തുർമുദി തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിച്ചതാ. മർറ ബി ഷജറത്തിൻ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ അടുത്തുകൂടി നടന്നുപോയി. യാബിസത്തിൽ വറഖി, അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്, പൊഴിയാൻ കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരത്തിനൊന്നിങ്ങനെ വടി കൊണ്ട് അടിച്ചു. ആ സമയത്ത് എന്തായി, ഉണങ്ങി നിൽക്കുന്ന കുറെ ഇലകളൊക്കെ താഴെ ഇങ്ങനെ പൊഴിഞ്ഞു വീണു. ഫഖാല, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബ കിറാമിന് പറഞ്ഞു കൊടുത്തു, ഇന്നൽ ഹംദലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലതുസാഖിതു മിൻ ദുനൂബിൽ ഇബാദി കമാ തസാഖത വറഖു അഷ്ജറതി ഹാദിഹി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകൾ ചൊല്ലുന്ന ഒരു വ്യക്തി, ആ കലിമത്തുകൾ എന്താണ് ചെയ്യുന്നത്? പുണ്യ റസൂൽ പറയുകയാണ്, ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി, ഒരു അടിമയുടെ ദോഷങ്ങളെ ഇങ്ങനെ താഴേക്ക് കുഴിച്ച് വീഴ്ത്തുന്നതാണ്. കമാ തുസാഖിതു വറഖതു ഹാദിഹി ഷജറ, ഈ മരത്തിന്റെ ഇലകൾ ഞാനൊരു വടി കൊണ്ടടിച്ചപ്പോൾ എങ്ങനെയാണ് പൊഴിഞ്ഞു വീണത്, അതുപോലെ ആ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യന്റെ ദോഷങ്ങൾ പൊഴിഞ്ഞു വീഴുന്നതാണ് ഈ ദിക്റുകൾ പതിവാക്കി കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുണ്യ റസൂലിന്റെ ഒരു ഉപമ. ഏതായാലും ഏതൊരു മരത്തിനും ഉണങ്ങി നിൽക്കുന്ന ഇലകൾ ഭാരമാണ്, അതിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അത് കൊഴിഞ്ഞു പോകുമ്പോഴാണ് നല്ല ഇലകൾ വരുന്നത്. അതുപോലെ തന്നെ ഈ ഇലകൾ മരത്തിന് ഭാരമായതുപോലെ ഓരോ മനുഷ്യനും അവൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഭാരമായി ഇങ്ങനെ വെയിറ്റായി അവന്റെ ശരീരത്തിൽ, മനസ്സിൽ, തലയിൽ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ഭാരം കുറക്കാനുള്ള വഴിയാണ് പുണ്യ റബ്ബി പറഞ്ഞു തന്നത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകൾ കഴിവിന്റെ പരമാവധി നാം പതിവാക്കുക. നാം പോലും അറിയാതെ നാം ചെയ്ത പാപങ്ങൾ, ഇലകൾ ആ മരത്തിൽ നിന്ന് എങ്ങനെയാണോ കൊഴിഞ്ഞു വീണത്, അതുപോലെ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും. അത്തരത്തിൽ പാപം പൊറുപ്പിക്കാൻ, ദിക്റുകൾ അധികരിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.